എഴുത്തോ നിന്റെ കഴുത്തോ എന്ന പഴയ ചോദ്യം ഏറ്റവും ശക്തമായി മുഴങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്താണ്. സർക്കാർ പറയുന്നത് എഴുതിയില്ലെങ്കിൽ കഴുത്തുവെട്ടുമെന്നായിരുന്നു ആ അപകടം. ഇപ്പോൾ മുഴങ്ങുന്നത് അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളല്ല. എഴുത്തുകാർ ചെന്നു നിൽക്കുന്ന തൊഴുത്തു മാത്രമാണ് പ്രശ്നം. ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി എം സ്വരാജിന് ഒരു പറ്റം സാഹിത്യകാരന്മാർ പിന്തുണ പ്രഖ്യാപിച്ചു. അതോടെ ആ പിന്തുണയുടെ ധാർമ്മികതയെ ചൊല്ലിയായി വൻ വിവാദങ്ങൾ. ഏതു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും എല്ലാവർക്കും എന്നതുപോലെ എഴുത്തുകാർക്കും അവകാശമുണ്ട്. ONV കുറുപ്പ് തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ദേവരാജൻ മാസ്റ്റർക്കൊപ്പം ONV KPSCയിൽ നിരന്തര ഗാനരചന നടത്തിയിട്ടുള്ളയാളാണ്. KPSC ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും. KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് തോപ്പിൽ ഭാസിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരണത്തിനു വേണ്ടി തോപ്പിൽ ഭാസി എഴുതിയ ആ എഴുത്തിലും വലിയ രാഷ്ട്രീയ പ്രവർത്തനം വേറെയുണ്ടാകില്ല. ഇതിന്റെ തൊട്ട് പിൽക്കാലത്താണ് SK പൊറ്റക്കാട് തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയായത്. പൊറ്റക്കാടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എതിരായി സുകുമാർ അഴീക്കോടിനെ കൊണ്ടുവരികയായിരുന്നു അന്ന് കോൺഗ്രസ് ചെയ്തത്.